ഹലോ ഗൈസ്, നമസ്കാരം. സന്തോഷാണ്. എല്ലാവർക്കും ഓരോ ജോലിക്കും ഓരോ ഇൻസ്പിറേഷൻ ഉണ്ടാവുമല്ലോ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. അതായത് എനിക്കൊരു 13 വയസ്സുള്ള പ്രായത്തിൽ ഫോർ വീല് ജീപ്പുകൾ മാത്രം, ഈ മലയുടെ മണ്ടയ്ക്കോട്ട് ഫോർ വീല് ജീപ്പുകൾ മാത്രം വരുന്ന ഒരു കാലഘട്ടത്തിൽ എൻ്റെ കുടുംബ സുഹൃത്തായ ഒരു പ്രഭാത് എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ ഒരു കല്യാണത്തിന് അങ്ങനെ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ചപ്പമലയിൽ നിന്ന് വടകര ഭാഗത്തു നിന്നാണ് ആ ചേട്ടൻ കല്യാണം കഴിച്ചത്. അപ്പോൾ അതിൻ്റെ KL 13D രജിസ്ട്രേഷനിൽ അന്ന് ഫോർ വീല് വണ്ടി മണ്ണൂർ എന്ന് പറഞ്ഞ ഒരു വണ്ടിയായിരുന്നു. മണ്ണൂരെന്ന് പേരെഴുതി ഷിബു എന്ന് പറഞ്ഞ ചേട്ടൻ ഓടിക്കുന്ന വണ്ടി. അപ്പോൾ ഒരു എല്ലാ വണ്ടിയിലും 3 വണ്ടിയൊറ്റുണ്ട്. അപ്പോൾ ഈ ചേട്ടൻ്റെ വണ്ടിയിലാണ് ഞാൻ പോകുന്നത്. ഈ ചേട്ടൻ അന്ന് ഭൂമി വിറ്റ് വണ്ടി മേടിച്ചതെന്നാണ് അന്ന് എൻ്റെ പറഞ്ഞുള്ള കേൾവി. അത് കറക്റ്റാകണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഈ വണ്ടി കയറിയിരുന്നു കഴിഞ്ഞപ്പോൾ 98 വണ്ടി മേടിച്ചു എന്ന് ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ. വണ്ടി കന്മദം മൂവി ഇറങ്ങിയ സമയത്താണ്. മൂവിന് ശേഷമാണ് ഈ യാത്ര. അപ്പോൾ വണ്ടി ഇങ്ങനെ ചെറിയ കട്ടറും, അന്നത്തെ കാലത്തെ റോഡിൽ നമ്മളെ തലശ്ശേരി കൊട്ടിയൂർ റോട്ടിലൊന്നും അത്ര കണ്ട് ഗതാഗത സംവിധാനത്തിൽ അത്ര പുരോഗതി ഇല്ല. അങ്ങനെയുള്ള കാലഘട്ടമാണ്. റോഡ് ഫ്രീ ആണ് എങ്കിൽ കൂടി ഫുൾ കട്ടറാണ്. അപ്പോൾ വണ്ടി ഒന്ന് ഒലഞ്ഞും പിടിച്ചുമൊക്കെ പോവുള്ളൂ. അപ്പോൾ ജീപ്പിന് കൂടുതൽ സാധ്യതയുള്ള കാലഘട്ടമാണ്. ആ സമയത്ത് ഈ കന്മദത്തിലെ പാട്ട് ഞാൻ കേൾക്കുന്നത്. അതിനകത്തെ പാട്ടെന്ന് പറയാൻ ഈ ഏതായിരുന്നു അത്, മൂവന്തിത്താഴ്വരയിൽ എന്ന് പറഞ്ഞ പാട്ട് കേട്ടുകൊണ്ടുള്ള യാത്ര. അതിനകത്ത് മൂവന്തിത്താഴ്വരയിൽ നിന്ന് തുടങ്ങുന്ന പാട്ടിൻ്റെ തുടക്കമല്ല എനിക്കിഷ്ടപ്പെട്ടത്. കനവിലെ കാണാനിലാവിൽ കരയിലെ സ്വകാർദ്ധഭാവം വിരിക്കും തന്തൂവലാക്ക തണ്ടാൻ നിന്നുണ്ടത്തെ നീറുന്ന പാട്ടിൻ്റെ ഈണങ്ങൾ ഞാൻ ഏറ്റുവാ. ഈ പാട്ട് കേട്ടതും ആ ചേട്ടന്, ഓടിക്കുന്ന ചേട്ടന് വല്ല വൈബൊന്നും ഞാൻ തോന്നിയിട്ടില്ല. പാട്ടിൻ്റെ ഒരു സിറ്റുവേഷനുള്ള ഡ്രൈവിംഗ് വൈബൊന്നും തോന്നിയിട്ടില്ല. എങ്കിൽ കൂടി എനിക്ക് അന്നൊരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു. ചെരുപ്പും ചക്രം തള്ളിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് ഒന്ന് മാറി ഈ വളയം ഒന്ന് പിടിക്കണം, ഈ പാട്ട് കേട്ട് തന്നെ യാത്ര ചെയ്യണം. തീർച്ചയായും അത് സാധ്യമായി. ഞാനിപ്പോൾ ഒരു 10-12 വർഷമായിട്ട് ഡ്രൈവറാണ്. നിരത്തിൽ അത്യാവശ്യം വണ്ടികളൊക്കെ ഓടിക്കും. ലൈസൻസ് സാധാ മോട്ടോർ സൈക്കിൾ ഫോർ വീലർ ഡ്രൈവ് ലൈസൻസേ ഉള്ളൂ. എങ്കിൽ കൂടി എല്ലാ വണ്ടിയും ഒന്ന് നീക്കി വെക്കാൻ ശ്രമിക്കാറുണ്ട്. അത്ര വല്ല പ്രശ്നമൊന്നും എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടില്ല. ഹെവിക്ക് ഞാൻ പോയിട്ടില്ല. അതിന് നൈറ്റ് ഡ്രൈവ് എനിക്ക് അത്ര സുഗമമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ള കാരണമാണ് മൂവന്തിത്താഴ്വരയിലിൻ്റെ പാട്ടും സാധാരണക്കാർ പണ്ട് യാത്ര ചെയ്തുകൊണ്ട് ജീപ്പിനുള്ള പ്രഭാതി ചേട്ടൻ്റെ കല്യാണത്തിനുള്ള പോക്കും എൻ്റെ തൊഴിലിലേക്ക് കടന്നു. അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഒരുപാട് കഠിനാധ്വാനമൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. കുറച്ച് വയനാട്ടിലൊരു എസ്റ്റേറ്റിൽ 2-3 ചാണക വണ്ടിയൊക്കെ കഴുകി രാത്രിയും പകലൊക്കെ ആനയ്ക്ക് കാവലൊക്കെ നിന്ന്, തോട്ടത്തിൽ ആന ഇറങ്ങാണ്ട് കാവലൊക്കെ നിന്ന് അവിടുത്തെ വണ്ടി ഹീറ്റാക്കുന്ന വണ്ടി ഹീറ്റാക്കി അവർ കാണാതെ കുറച്ച് ദൂരം ഓടിച്ച് അങ്ങനെയൊക്കെ ഇതിന് പ്രധാന പങ്ക് കണ്ണൂർ വെസ്റ്റ് ഇന്ത്യ ഫ്ലൈറ്റ്സിൻ്റെ തോട്ടം
അതിന് പ്രധാന ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നെ ഡ്രൈവറാക്കിയതിൽ എൻ്റെ ജോലിയിൽ ഞാൻ സംതൃപ്തനാണ്. ഇപ്പം നിലവിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തും ഞാൻ സംതൃപ്തനാണ്. എന്തായാലും എൻ്റെ ഒരു അനുഭവം ഡ്രൈവിങ്ങിനെ സംബന്ധിച്ച്, ജോലിയെ സംബന്ധിച്ച് ഇത് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം.